ഡോക്ടർ, ഇപ്പൊ കൊണ്ടുവന്നത് എന്റെ മോനെയാ. എന്താ ഉണ്ടായത്? വീട്ടിലൊരു ഫാമിലി ഇഷ്യൂ ഉണ്ടായി. ആ ബഹളത്തിനിടയ്ക്ക് ഒരു ചെസ്റ്റ് പെയിൻ പോലെ വന്നു. പിന്നെ ബോധം കെട്ട് വീഴുകയായിരുന്നു. ഡോക്ടർ, എന്റെ മോനൊന്നും സംഭവിക്കരുത്, അവനെ രക്ഷിക്കണം. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. പാറു, ദൈവമേ, എന്റെ മോനെ ഈ അവസ്ഥ കാണേണ്ടി വന്നല്ല. ദൈവമേ, എന്റെ മോനൊന്നും സംഭവിക്കല്ലേ, ഒരാപത്തും വരുത്തരുത്. മോളെ വാ, അവിടെ ചെന്നിരിക്കും. വാ മോളെ. ഭഗവാനെ കൃഷ്ണ, എന്റെ മോനൊന്നും സംഭവിക്കല്ലേ. ഭഗവാനെ, പാറു, നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. അവനൊന്നും സംഭവിക്കില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഗോപേട്ട, നമുക്കൊന്നും വേണ്ട, എല്ലാം ശിവാനിക്ക് എഴുതി കൊടുക്കാതെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരുത്തനും എല്ലാത്തിനും കാരണം. ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഒരേ വാശി. 3 ഭാഗിച്ചേ പറ്റൂന്ന്. ഇപ്പൊ സമാധാനമായല്ലോ. കൊടുക്കാൻ തീരുമാനിച്ച സ്വത്ത് പണവും കൊണ്ട് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എനിക്കറിയായിരുന്നു നേരും നിറയില്ലാത്തവളാ ശിവാനി. അവൾ എന്റെ മോൻ ആരുമല്ലെന്ന് വിളിച്ചു പറയുന്ന എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ വാക്കിന് ഒരു പുല്ല് വിലയെങ്കിലും കൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കിപ്പോൾ അവൾ അറിയില്ല എന്നുള്ളതാണ് പാറു സത്യം. ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ശിവാനിയുടെ പേരിൽ എഴുതി വെച്ചു എന്ന് കരുതി ഗൗതം ദത്തുപുത്രനാണെന്നുള്ള സത്യം പിന്നെ അവൾ ഒരിക്കലും പുറത്ത് പറയില്ല എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഗൗതമിന്റെ കാര്യത്തിൽ നിനക്കുള്ള പേടി മനസ്സിലാകഞ്ഞിട്ടല്ല പാറു. പക്ഷേ എല്ലാം ഞാൻ ശിവാനിക്ക് എഴുതി കൊടുത്താലും അവൾ ഈ സത്യം ഒരിക്കൽ പുറത്തു പറയും. അതോടെ നമ്മുടെ മോന് സ്വത്തുമില്ല, സ്വന്തം ബന്ധങ്ങളുമില്ല എന്നുള്ള അവസ്ഥയിലായേനെ. ശിവാനിയുടെ ഇപ്പോഴത്തെ ഭീഷണി ഭയന്ന് എല്ലാം അവൾക്ക് എഴുതി കൊടുത്തിരുന്നെങ്കിലും അവളുടെ ഭീഷണി ഇപ്പോഴും തുടർന്നേനെ. എന്നോ നടക്കേണ്ട ഒരു അനിഷ്ട സംഭവം കുറച്ച് നേരത്തെ നടന്നു. അങ്ങനെ കരുതിയാ മതി. എനിക്കൊന്നും അറിയില്ല ഗോപേട്ട, എനിക്കെന്റെ മോനെ തിരിച്ചു വേണം. നിന്റെ മോനാണ് ഗൗതം. നീ അവന് കൊടുത്ത അമ്മയുടെ സ്നേഹം, ആ സ്നേഹം സത്യമാണെങ്കിൽ അവന് ദൈവം തിരിച്ചു തന്നിരിക്കും പാറു. ഈ പെൺകുട്ടി ഒഴുക്കുന്ന കണ്ണീര് കണ്ടില്ലെന്ന് വെക്കാൻ ദൈവത്തിനാവില്ല. നീ നോക്കിക്കോ, നമ്മുടെ മോൻ, ഇവളുടെ ഭർത്താവ്, അവനൊരാപത്തും ദൈവം വരുത്തി വയ്ക്കില്ല.
വലിയൊരു ബോംബ് മനസ്സിൽ വെച്ചോണ്ടാ നീ നടക്കുന്നേന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല മോളെ. എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാ നീ പാർവതിയെ വരുതിയിൽ വരുത്തിയെന്ന് തലേ കൈവച്ച് ഞാൻ ചോദിച്ചതല്ലേ? എന്നിട്ട് നീ പറഞ്ഞില്ല. ഞാനൊന്ന് കുളിക്കാൻ പോയ നേരത്ത് നീ അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് പൊട്ടിച്ചു. ഞാനിനി ഇവിടെ നിൽക്കുന്നത് ഭംഗിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ അമ്മ, ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ? ഗൗതം അനാഥനാണെന്നുള്ള സത്യം ഗൗതം ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞില്ലേ? ഇതോടെ അവന്റെ കട്ടയും പടവും മടങ്ങി. ദേ, നീ എന്നേക്കാൾ ബുദ്ധിമതിയെന്നാ ഞാൻ കരുതിയത്. പക്ഷേ എന്റെ ധാരണ തെറ്റിപ്പോയി. മോളെ, കയ്യിൽ കിട്ടിയ ഒരു വജ്രായുധമാണ് നീ അനവസരത്തിൽ പ്രയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. എവിടെ നശിപ്പിച്ച് കളഞ്ഞില്ല. അമ്മ പേടിക്കുന്ന പോലെയൊന്നും സംഭവിക്കാൻ പോണില്ല. ഇതോടുകൂടി ഗൗതം ഈശ്വരമംഗലം വീട്ടിൽ ആരും അല്ലാതായി. ഇനി മുഴുവൻ സ്വത്തുക്കളും എനിക്ക് സ്വന്തം. നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ ശിവാനി കളി മാറുവേ. നടക്കും അമ്മേ. അമ്മ ഇങ്ങനെ പേടിച്ചോടാണ്ടിരുന്നാ മതി. ഇവിടെ തന്നെ നിക്ക്. പേടി കൊണ്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. പക്ഷേ ലൊക്കേഷൻ തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കാൻ പോവാ. അമ്മേ, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. നീ പറയുന്നത് എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. മൊത്തത്തിൽ ഇവിടെയുള്ള അന്തരീക്ഷം ഒന്ന് ശാന്തമാവട്ടെ. അപ്പൊ നീ എന്നെ വിളിച്ചാ മതി. പോട്ടെ ടാറ്റാ. അല്ല, മോളെ വാ, ഇവിടെ ഇരിക്കെ. മോളെ ഇങ്ങ് വന്നേ. മോളെ വിഷമിക്കാതെ. എഴുന്നേക്കടി. എല്ലാം വരുത്തി വെച്ചിട്ട് അവിടെ നിന്ന് കഴിക്കുന്ന കണ്ടില്ലേ? എന്താ ധൈര്യത്തിലാടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? വേണ്ട, പ്രഗ്നന്റ് അവള്, ഒന്നും ചെയ്യണ്ട. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഗൗതമിന്റെ ജന്മരഹസ്യം ഇവളെ വിളിച്ചു പറഞ്ഞത്? കൊല്ലണ്ടേ ഇവളെ? അനി വേണ്ട പ്ലീസ്. ഗൗതം ദത്തുപുത്രനോ അനാഥനോ ആരോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നീ ആരാടി? അതിനുള്ള എന്ത് അവകാശം നിനക്കുള്ളത്? എന്താ ഇത്രയും കാലം അത് ഉള്ളിൽ ഒളിപ്പിച്ച് എനിക്കത് പുറത്തു പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പൊ എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അവന്റെ ജീവിതം തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു. നിനക്ക് എന്ത് കിട്ടിയടി അതിന്ന്? ആന്റി, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അറിയാതെ വായിന് വീണു പോയതാ. ഇനി കള്ളം പറയാനാ ഉദ്ദേശമെങ്കിൽ കൊന്നുകളയുന്നില്ല ഞാൻ. അറിയാതെ വായിന്ന് വീണു പോയതൊന്നുമല്ല, കൃത്യമായിട്ട് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്താ നീ അതൊക്കെ ചെയ്തത്. നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി.